എ സുരേഷ് അന്ന് വി എസ് അച്യുതാനന്ദന് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ എ സുരേഷ് ചേരുന്നു. എ സുരേഷ്, നമ്മൾ ഒടുവിൽ കണ്ടത് വലിയ ചൂടുകാട്ട് വെച്ചാണ്. അന്ന് താങ്കളുടെ മുഖം ഇങ്ങനെ സങ്കടം കൊണ്ട് അങ്ങനെയിരുന്നു. ഒരിക്കൽ കൂടി കാണണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പോട്ടെ, എ സുരേഷ് അങ്ങനെ വലിയൊരു നേതാവ് ഈ നാട്ടിൽ നിന്ന് പോയി. ഈ നാട് ആ നേതാവിന് അർഹമായ വലിയ യാത്ര, അടുത്ത കാലത്ത് കാണാത്ത വലിയ ഒരു യാത്രയപ്പ് നൽകി. അത് കഴിഞ്ഞ് പിന്നെയും ആ നേതാവിനെ പറ്റി നാട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് പിരപ്പൻകോടി മുരളി പറഞ്ഞതിലൂടെ, സുരേഷ് കുർ പറഞ്ഞതിലൂടെയൊക്കെയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശം ഇല്ല എന്നാര് പറഞ്ഞാലും ഉണ്ട് എന്ന് വി എസ് എന്ന് പറഞ്ഞു. ഇപ്പൊ മറ്റു നേതാക്കളും പറയുന്നുണ്ട്. ശ്രീ എസ് സുരേഷ്, തീർച്ചയായിട്ടും 2012 അത്തരമൊരു പരാമർശം വി എസിനെതിരെ ഉണ്ടായതും വി എസിന് അന്ന് വല്ലാതെ വിഷമവും വേദനയും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് വി എസ് അത് മറുപടി പറയാൻ വി എസ് നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത് പൊതുസമ്മേളനത്തിൽ. സാധാരണ ചർച്ചകളിൽ, സമ്മേളനത്തിനകത്ത ചർച്ചകളിൽ അവിടെ തന്നെ മറുപടി, അല്ലെങ്കിൽ വി എസിന് മറുപടി പറയാനുള്ള അവസരം അവിടെ ഇല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ചർച്ചകൾക്ക് മറുപടി പറയേണ്ടത്. പിന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള ചർച്ചകൾക്ക് മറുപടി പറയേണ്ടത് അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഇതാണ് പാർട്ടി സംഘടനാ രീതി. പക്ഷേ വി എസിന് മറുപടി പറയാൻ അവിടെ അവസരം ഇല്ലാത്തത് കൊണ്ട് തന്നെ വി എസ് പൊതുസമ്മേളനത്തിൽ വെച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റിനെതിരായിട്ട് ഒരു മറുപടി പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത്. ആലപ്പുഴ സമ്മേളനത്തിലേക്ക് വന്നാൽ, ആലപ്പുഴ സമ്മേളനം സത്യത്തിൽ വി എസിനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം വി എസ് വധം ആട്ടക്കഥയായിരുന്നു ആ സമ്മേളനത്തിൽ. കാരണം അത്രത്തോളം അധിക്ഷേപം ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് നടത്തിയൊരു സമ്മേളനമായിരുന്നു. അതിൽ ഒരു പരാമർശം മാത്രമല്ല, സുരേഷ് കുറുപ്പിന്റെ ഒരു വാക്കിലൊരു തിരുത്തൽ വേണം. ഒരു പരാമർശം മാത്രമല്ല, പല പരാമർശങ്ങളും അത്തരത്തിൽ വി എസിനെ വേദനിപ്പിക്കുന്ന വളരെ വളരെ മോശം അധിക്ഷേപങ്ങളൊക്കെ നടത്തിയ ഒരു സമ്മേളനമായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതിൽ ഇരിക്കാൻ സൗകര്യമില്ലാത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് വി എസ് പുറത്തിറങ്ങിപ്പോയത്. പി എസ് സുരേഷ്, താങ്കളും പാർട്ടിക്കാരനാണ്. താങ്കളും ഈ പറയുന്ന യുവജന സംഘങ്ങൾ ഒക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന അതിൻ്റെ സമ്മേളന സമയത്തൊക്കെയുള്ള വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നേതാക്കളുടെ മുഖം നോക്കാതെയുള്ള കടുത്ത പരാമർശങ്ങൾ, ചില ഉപമകൾ ഒക്കെ എല്ലാവരും നടത്തിയിട്ടുമുണ്ട്. അത് ഒരുപക്ഷെ അതിനകത്ത് തന്നെ മറുപടി പറഞ്ഞ് പോകാറുണ്ട്. ഇതിപ്പോൾ പക്ഷേ സുരേഷ് കുറുപ്പ് തന്നെ പറയുന്ന അധിക്ഷേപം എന്ന വാക്കാണ് പറയുന്നത്. അപ്പോൾ ആ വിമർശനങ്ങൾക്കപ്പുറം അത് അധിക്ഷേപത്തിൻ്റെ ലെവലിലേക്ക് പോയിരുന്നു അല്ലേ ശ്രീ സുരേഷ്? തീർച്ചയായിട്ടും അധിക്ഷേപം തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, വി എസ് വധം ആട്ടക്കഥ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം അധിക്ഷേപങ്ങളാണ്. പിന്നെ ആ സമ്മേളനത്തിൽ ചർച്ചയിൽ വി എസിനെതിരെ അതിരൂക്ഷമായി പറഞ്ഞവർക്കൊക്കെ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ആ സമ്മേളനത്തിന് സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള ആളുകളുണ്ട്. വി എസിന്റെ ഒപ്പം നിൽക്കുകയും വി എസിന്റെ സ്വന്തം ആളാണെന്ന് പുറത്ത് പറഞ്ഞ് അഭിരമിക്കുകയും ചെയ്ത ആളുകൾക്ക് സംസ്ഥാന കമ്മിറ്റി മെമ്പർ സ്ഥാനം ആ സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ചർച്ച മുഴുവൻ ഈ സമ്മേളനം നടത്തി തന്നെ ഒരു പക്ഷേ സംശയം തോന്നുന്ന രൂപത്തിലാണ്. വി എസിനെ ചീത്ത പറയാനോ അധിക്ഷേപിക്കാനും വേണ്ടി മാത്രം നടത്തിയൊരു സമ്മേളനമായിട്ടാണ് ആലപ്പുഴ സമ്മേളനത്തിൽ കരുതുന്നത്. സുരേഷ് കുറുപ്പ് അത് ഈ ഒരു പരാമർശം കൊണ്ട് മാത്രമല്ല വി എസ് ഇറങ്ങിപ്പോയത്. മറ്റു പലരുടെയും അധിക്ഷേപങ്ങൾ കേട്ട് സഹിക്കാൻ പറ്റാതെയാണ് വി എസ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അല്ല, സി എസ് സുരേഷ്, എനിക്ക് പിരപ്പൻകോട് മുരളി പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെന്റ് തിരുവനന്തപുരം സമ്മേളനത്തിന്റെ സമയത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആലപ്പുഴ സമ്മേളനത്തിലും സമാനമായ പരാമർശം ഉണ്ടായോ? അങ്ങനെയെങ്കിൽ ആ പരാമർശം, ഇതേ പരാമർശം നടത്തിയതിൽ ചെറിയ ആൺകുട്ടികളും ചെറിയ പെൺകുട്ടികളും ഒക്കെ ഉണ്ട്, അവരിപ്പോൾ വലിയ നിലയിലേക്ക് എത്തി എന്നൊക്കെ വേണോ മനസ്സിലാക്കാൻ സി എസ് സുരേഷ്? തീർച്ചയായിട്ടും ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്ത ചർച്ച, ഇപ്പൊ സുരേഷ് കുറുപ്പാണ് ആധികാരികമായിട്ട് ആരാണെന്ന് പറയേണ്ടത്. അദ്ദേഹം സമ്മേളനത്തിനകത്ത് പ്രതിനിധിയായിരുന്നു. നമ്മളൊന്നും സമ്മേളനത്തിനകത്ത് പോകുന്ന ആളുകളല്ലല്ലോ. സമ്മേളന പ്രതിനിധികൾക്ക് മാത്രമല്ല അത് കേൾക്കാൻ പറ്റുള്ളൂ. സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർക്കും സമ്മേളന പ്രതിനിധികൾക്കും. ഈ സമ്മേളനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം ഈ വനിതാ നേതാവ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സി എസ് സുരേഷ്, താങ്കൾ ആ സമയത്ത് വി എസിനൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ വി എസിന് നിഴല് പോലെ ഉണ്ട്. പക്ഷേ താങ്കളില്ലാത്ത ഒരു ഫ്രെയിം ആ സമയത്ത് വി എസിനില്ല. കാര്യം തൊട്ടു പിന്നിൽ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന ആളാണ്, സന്തത സഹചാരിയാണ്. അപ്പോൾ ഈ സങ്കടം എപ്പോഴെങ്കിലും അന്ന് ഇറങ്ങിപ്പോകുന്ന കളറുകളുടെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടെയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് താങ്കളോട് എന്തെങ്കിലും ഒരു വേദനയുടെ വാക്കുകൾ വി എസ് പറഞ്ഞിട്ടുണ്ടോ? വി എസിന് അത് പതിവില്ലെങ്കിൽ ആലപ്പുഴ സമ്മേളനത്തിന്റെ ആ സമയത്ത് ഞാൻ വി എസിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വി എസ് അത് പിന്നീട് സംസാരിക്കുമ്പോൾ ഇത് മാത്രമല്ല പലതും, കാരണം വി എസ് ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിന്റെ മാക്സിമം കാര്യങ്ങളാണ് സമ്മേളനങ്ങളിൽ നടന്നത്. 2 സമ്മേളനങ്ങൾ തുടർച്ചയായിട്ടും, തിരുവനന്തപുരം സമ്മേളനത്തിലും ആലപ്പുഴ സമ്മേളനത്തിലും. അതൊക്കെ തന്നെ അത് സംഘടിതമായ ആക്രമണമായിരുന്നു, സംഘടിതമായ പ്ലാൻഡ്. ഓക്കെ, അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ സുരേഷ്. അപ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ അത്തരം കൂടുതൽ കാര്യങ്ങൾ സുരേഷ് അറിയാം. സുരേഷ് പറയുന്നത് അതിപ്പോൾ ഈ കൊച്ചു പെൺകുട്ടി ആരാണ്, ഇപ്പം പിരപ്പൻകോട് മുകളിൽ പറയുന്നുണ്ട് ആരാണ് ആ സമ്മേളനത്തിൽ അക്കാര്യം പറഞ്ഞത് എന്ന്. അദ്ദേഹം നേരിട്ട് സ്വരാജാണെന്നും അതല്ല ഈ പറയുന്ന രീതിയിൽ പരന്ന വായനയുള്ള അല്ലെങ്കിൽ ആഴത്തിലെ വായനയുണ്ടെന്ന് കരുതപ്പെടുന്ന വലിയ സാഹിത്യകാരെന്ന് സ്വയം കരുതുന്ന ആൾ
അതേ നേരത്തെ ഒരു അഭിമുഖത്തിൽ സ്വരാജിൻ്റെ പേര് നേർക്കുന്നവർ പറയുന്നുണ്ട്, പേരപ്പൻകുടി മുരളി ഇത് പറയുന്നുണ്ട്. അതല്ലാത്ത ചെറിയ പെൺകുട്ടി ആരാണ് എന്നുള്ള കാര്യം പറയേണ്ടത് ഈ പറയുന്ന സുരേഷ് കുറുപ്പ് തന്നെയാണ്. അതിപ്പോൾ അത് ആ ചെറിയ പെൺകുട്ടി സംസ്ഥാന സമിതിയിലൊക്കെ വന്നു എന്ന കാര്യം സുരേഷ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്റ്റീവായി നിൽക്കുന്ന പല വനിതാ നേതാക്കളും സംശയത്തിലേക്ക് വരും. അത് ശരിയല്ലതാനും. എന്തായാലും ഒരു കാര്യം, ഇനി പരസ്യമായി ഈ പറയുന്നൊരു അധിക്ഷേപം നടത്തി എന്ന് തുറന്നു പറയുന്ന രാഷ്ട്രീയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഒന്നും വേണ്ട, വലിയ ചുടുകാട് പോയി നിൽക്കുക, മനസ്സുകൊണ്ട് ആ നേതാവിനോട് ഒരു മാപ്പ് പറഞ്ഞേക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.